ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മൊഹാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇന്നത്തെ പുതിയ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടാലോ. നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോവല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ഭൂമിയുടെയും അജയുടെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ ആഴ്ച വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു നെക്സ്റ്റ് വീക്ക് പ്രൊമോ തന്നെ ഇവർ വിവാഹിതരായാൽ എന്നതിൻ്റെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ഭൂമി പുറത്തിറങ്ങുകയാണ്. ഇന്ന് ദീപാവലിയാണ്. അപ്പുറത്തെ വീടും ഇവിടെ എല്ലായിടും ചുറ്റുപാടും ഒക്കെ എല്ലാവരും പടക്കം പൊട്ടിക്കുകയും കമ്പിത്തിരി കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഭൂമിയുടെ ഉള്ളിൽ വല്ലാണ്ടങ്ങ് വിഷമിക്കുകയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം തൻ്റെ അച്ഛനും അമ്മയും തൻ്റെ അരികിലുണ്ടായിരുന്നു. അവരോടൊപ്പമാണ് ഭൂമി ദീപാവലിയൊക്കെ ആഘോഷിച്ചത്. അപ്പോൾ ഇന്ന് തൻ്റെ അച്ഛനും ഇല്ല, അച്ഛനെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയും തൻ്റെ അമ്മ ജയിലിലാവുകയും ചെയ്തു. അത് ഭൂമി വല്ലാണ്ട് മാനസികമായിട്ട് അങ്ങ് തളർത്തുകയാണ്. ഭൂമി ഒരു നിമിഷം കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതൊക്കെ ആഘോഷിക്കണം. അതായത് ഭൂമിയും അമ്മയും അകത്തുണ്ടായിരുന്നപ്പോൾ അച്ഛൻ ആ സമയമായപ്പോൾ പോയിട്ട് കുറേ പടക്കങ്ങളും കമ്പിത്തിരിയും ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. എൻ്റെ ഭൂമിയുടെ അടുത്ത് പറയുന്നുണ്ട്, വാടി മോളെ നമുക്കിതൊക്കെ പൊട്ടിക്കാമെന്നും പറഞ്ഞ് ആ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ ഭൂമിയുടെ മനസ്സിലിങ്ങനെ കയറി ഇറങ്ങി വരായിരുന്നു കേട്ടോ. ഭൂമിക്ക് അവസാനം ഇതൊന്നും ഇല്ലല്ലോ എന്നോർത്തിട്ട് ഭൂമി എന്നുവെച്ചാൽ ആ അന്നേരം ഉള്ള ആ ഒരു സന്തോഷം ദീപം തെളിയിക്കുന്നതൊക്കെ കണ്ട് ഭൂമി ഇങ്ങനെ ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് അതൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഫീലിങ്സ് ഭൂമിക്ക് വരുന്നത് കേട്ടോ. ഭൂമി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് ആ ഒരു നഷ്ടം ഇത്ര പെട്ടെന്ന് തനിക്കിതെല്ലാം നഷ്ടപ്പെടുമെന്ന് ഒരിക്കലും ഭൂമി കരുതിയൊരു കാര്യമല്ല. അതേസമയം നമ്മുടെ സൗഭാഗ്യപുരത്താണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയും മാധവനും സംഗീതയും അജിയും അഞ്ജനയും സത്യദാസും ഒക്കെ ഇങ്ങനെ ചേർന്ന് എല്ലാവരും കൂടെ ദീപാവലി ആഘോഷത്തിലോട്ട് വരികയാണ് കേട്ടോ. നമ്മുടെ ആൽഫ്രഡും വന്നിട്ടുണ്ട്. ഒരു ഗംഭീര ദീപാവലി തന്നെയാണ് സൗഭാഗ്യപുരത്ത് കേട്ടോ. അപ്പം ആൽഫ്രഡൊക്കെ കൂടി നല്ല അടിപൊളി ജോളിയാക്കി എടുക്കുകയാണ്. അപ്പം നമ്മുടെ മുത്തശ്ശി തിരക്കുന്നുണ്ട്, നമ്മുടെ ഭവാനിയെ കണ്ടില്ലല്ലോ, ഭവാനി എന്ത് ചെയ്യുന്നത്. അപ്പം അഞ്ജന പറഞ്ഞു ഇപ്പം തന്നെ വരും മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നോക്കുമ്പോൾ ഭവാനി ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ദീപാവലിക്ക് വേണ്ടിയിട്ട് സത്യദാസ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ മാധവി വലിയ ഇതായിട്ട് അഞ്ജനയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഉടുക്കില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മുടെ ഭവാനി കുറച്ച് വീമ്പിളക്കിയതാണ്. പക്ഷേ എന്തോ എല്ലാം തന്നെ, കാരണം ഈ സമയത്ത് ഒന്നിനും നമ്മളൊരു ഇടച്ചിലോ അല്ലെങ്കിൽ ഇത് കാണിക്കാൻ പാടില്ല എന്ന് പിന്നെ ഭവാനിക്ക് തോന്നൽ വന്നു. കാരണം ഇനിയിപ്പം താൻ മാത്രം ആ സാരി ഉടുക്കാണ്ടിരിക്കുമ്പോൾ അത് ഇനിയിപ്പോൾ എല്ലാവരിലും ഒരു ഇത് വരുമല്ലോ. അങ്ങനെ ഭവാനി ആ സാരി ഉടുത്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. കാരണം ഒരു കുടുംബം ആകുമ്പോൾ അതിൻ്റേതായ ഒരു ഒത്തൊരുമയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, എല്ലാവർക്കും സന്തോഷമാണ്. മുത്തശ്ശിക്കും സന്തോഷമാവുകയാണ്. അങ്ങനെ നമ്മുടെ ഭവാനി സാരിയൊക്കെ ഉടുത്ത് വന്ന് നമ്മുടെ മുത്തശ്ശിയൊക്കെ ആ ദീപമൊക്കെ തെളിയിക്കുകയാണ്, നിലവിളക്ക് ദീപം തെളിയിക്കുകയാണ്. അങ്ങനെ നിലവിളക്കൊക്കെ തെളിയിക്കുക, എല്ലാവരും ചുറ്റിനും ഇങ്ങനെ നിന്ന് ഓരോരുത്തരായിട്ട് ആ നിലവിളക്ക് ദീപമൊക്കെ തെളിയിക്കുകയാണ്. ഈ സമയം ഭവാനിയും തെളിയിക്കാനായിട്ട് മുത്തശ്ശി പറയുമ്പോൾ ഭവാനി അത് തെളിയിക്കണം. ആ സമയം നമ്മുടെ സത്യദാസിനെ രൂക്ഷമായിട്ട് ഭവാനി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഉള്ളിലെ പ്രതികാരം ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആ നോട്ടത്തിൻ്റെ ഒരർത്ഥം. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും ആൽഫ്രഡ് അവരൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടെ ചേർന്ന് കമ്പിത്തിരിയും പടക്കവും ഒക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പൂക്കുറ്റി എല്ലാം പൊട്ടിക്കുകയാണ്. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ സത്യദാസൊക്കെ മാറി നിൽക്കണം. അപ്പോൾ നമ്മുടെ അഞ്ജന ചെന്ന് സത്യയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ വാ വലിയ മാറി നിൽക്കില്ലേ, വലിയച്ഛൻ്റെ മോളല്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജന ചെന്നിട്ട് നേരെ നമ്മുടെ സത്യദാസിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് തന്നെ ദീപാവലി ആഘോഷിക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു നിമിഷത്തിൻ്റെ ഇടയിൽ നമ്മുടെ അജയുടെ മനസ്സിൽ നമ്മുടെ നയനയായിട്ടുള്ള പഴയ ഓർമ്മകളൊക്കെ വരെയാണ്. കാരണം ഏതൊരു സമയത്ത് നയനയായിട്ട് ദീപാവലിയൊക്കെ ആഘോഷിച്ച ആ സന്തോഷ നിമിഷങ്ങളൊക്കെ നമ്മുടെ അജയുടെ മനസ്സിൽ വന്നു കേട്ടോ. അജയ്ക്ക് ഭയങ്കര ഒരു സങ്കടമൊക്കെ വരെയാണ്. കാരണം ഇന്ന് തന്നോടൊപ്പം അവളില്ലല്ലോ എന്നുള്ളൊരു സങ്കടമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ഭൂമി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് മുറ്റമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭൂമി എന്ന് രാവിലെ തന്നെയാണ് എഴുന്നേൽക്കുന്നത്. അപ്പം അച്യുതനൊക്കെ ഉള്ള സമയത്താണെങ്കിലും 5 മണിക്ക് എഴുന്നേറ്റ് ഇച്ചിരി പണികളൊക്കെ തീർത്തിട്ട് രാവിലെ അച്ഛനോടൊപ്പം നടക്കാനും ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പം രാവിലെ എഴുന്നേറ്റ് അതിൻ്റെ ഓർമ്മകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ മുറ്റമൊക്കെ അടിക്കാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പം നമ്മുടെ ലക്ഷ്മി വണ്ടി വരുന്നുണ്ട്, ആക്ടിവയിൽ വന്ന് ഇറങ്ങിയിട്ട് മോൾ എന്തിനാ ഇത് അടിച്ചത്, ഞാൻ വന്നിട്ട് അടിക്കുമായിരുന്നല്ലോ
മോൾ എന്തിനാ ഇത്രയും രാവിലെ എന്നെ എഴുന്നേറ്റ് ലക്ഷ്മി ഏട്ടത്തി വന്നിട്ട് അടിച്ചാൽ പോരെന്ന് അതൊന്നും സാരമില്ല. അപ്പോൾ ഭൂമി പറയുന്നുണ്ട് ഞാൻ എന്നും ആ സമയത്തല്ലേ ലക്ഷ്മി ഏട്ടത്തി എഴുന്നേൽക്കണം എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ലക്ഷ്മി അകത്തോട്ട് പോകും. ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, പോയി കുടിക്കാനായിട്ട് ഭൂമി പറയുന്നതനുസരിച്ച് ലക്ഷ്മി അകത്ത് പോയി ചായ കുടിക്കുന്ന, പിന്നെ കടയിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ്. ഈ സമയത്ത് നമ്മുടെ ഭൂമി ഓരോ സൈഡായിട്ട് മുറ്റം ഇങ്ങനെ അടിച്ച് വരണം. കാരണം നനഞ്ഞ് കരിയിലേക്ക് ചാടി കുറേ ദിവസമായാലും അടിച്ചിട്ട്, അപ്പോൾ ആകെ മുറ്റമൊക്കെ മുഷിഞ്ഞ് കിടക്കാനായിട്ട്. അപ്പം നമ്മുടെ ഭൂമി മുറ്റമൊക്കെ ഇങ്ങനെ ജനലിൻ്റെ സൈഡൊക്കെ അടിച്ചുകൊണ്ട് വരുമ്പോൾ പെട്ടെന്നാണ് എന്തോ മണ്ണി പൊതിഞ്ഞെടുക്കുന്നതായിട്ട് കാണുക. അങ്ങനെ ഭൂമി പെട്ടെന്ന് കരിയില മാറ്റി തൂത്ത് നോക്കുമ്പോൾ അത് അച്ഛൻ്റെ മൊബൈലായിരുന്നു. ഭൂമി പെട്ടെന്ന് തന്നെ ആ മൊബൈൽ ഇങ്ങനെ എടുക്കുകയാണ്. ഇത്രയും ദിവസം താൻ അവിടെ കിടന്ന് അത് മൊത്തം നോക്കിയിട്ടും അതൊന്നും കിട്ടിയില്ല. എവിടെ പോയെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഭൂമി അതെടുത്ത് ഷോളൊക്കെ കൊണ്ട് തുടയ്ക്കണം. മൊത്തം മണ്ണി പൊതിഞ്ഞു പോയി, ചെളിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഭൂമി ഓടി വന്ന് ലക്ഷ്മിയേട്ടത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ലക്ഷ്മിയേട്ടത്തി ഞാൻ ഇത്രയും ദിവസം കിടന്ന് തപ്പി നോക്കിക്കൊണ്ടിരുന്നത് അച്ഛൻ്റെ ഫോണ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നത്. ഇപ്പോൾ മണ്ണിനടിയിൽ ആ ജനലിൻ്റെ സൈഡിൽ കിടക്കുകയായിരുന്നു. നന്നായി മോളെ, എത്ര ദിവസമായിട്ട് മോളെ നോക്കിയതാ. അപ്പം എന്നിട്ട് ഭൂമി പറയും, എൻ്റെ അച്ഛൻ്റെ ഓർമ്മകളൊക്കെ ഇതിലുള്ളതാണ് ലക്ഷ്മിയേട്ടത്തി. എനിക്കത് കിട്ടാതിരുന്നപ്പോൾ എന്തോ പോലെ ഇപ്പോൾ എൻ്റെ കൈകളിൽ വന്നപ്പോൾ അതിനൊരു പ്രത്യേക ധൈര്യം എൻ്റെ മനസ്സിന് കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും ഇന്ന് കടയിൽ വരുന്നുണ്ട്. അത് നല്ല കാര്യം മോളെ, മോൾ കടയിൽ വാ. ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞിരുന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? മോള് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങുക. അങ്ങനെ ഭൂമി ആ മൊബൈൽ കൊണ്ട് കുത്തിയിട്ടിട്ട് വരാമെന്നും പറഞ്ഞ് അച്ഛൻ്റെ റൂമിൽ പോയിട്ട് ചാർജറൊക്കെ എടുത്ത് കുത്തിയിട്ടേനെ. അന്നേരം ഓണൊന്നും ആയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഭൂമി പോകാനായിട്ട് കുളിച്ചൊക്കെ റെഡിയായി വന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോയിൽ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ലക്ഷ്മി വരുന്നുണ്ട്. മോളെ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ്. അപ്പം പോവാം ലക്ഷ്മി ഏട്ടത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം ഭൂമി സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ ആത്മാവ് വിചാരിക്കുന്നുണ്ടാവോ ലക്ഷ്മി ഏട്ടത്തി, ഇത്രയും ദിവസമായല്ലേ ഉള്ളൂ, ഞാൻ അതിന് മുന്നേ പുറത്തോട്ടൊക്കെ ഇറങ്ങി കടയിലൊക്കെ പോയി തുടങ്ങി, വിഷമമൊക്കെ എത്ര വേഗം മാറിയോ, അങ്ങനെയൊക്കെ ചിന്തിക്കൂ എന്നിങ്ങനെ. എൻ്റെ അമ്മേനെ ആ ഉള്ളിൽ ഇടാൻ എനിക്ക് പറ്റില്ല. എൻ്റെ അമ്മയെ രക്ഷിക്കണം. അതുകൊണ്ടാണ് ലക്ഷ്മി ഏട്ടത്തി ഞാൻ ഇറങ്ങണേ. എൻ്റെ മോളെ നമ്മളെപ്പോലെ അല്ല മരിച്ചവർ. അവർ നമ്മളെ ഈ കാണുന്ന കാഴ്ച മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. മോളിങ്ങനെ വീട്ടിൽ ചടഞ്ഞ് കയറിയിരിക്കണത് അച്ചുവേട്ടന് ഒരിക്കലും ഇഷ്ടമല്ലാത്ത കാര്യം. മോള് പുറത്തോട്ടൊക്കെ ഇറങ്ങി അംബിക ചേച്ചിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ഒന്ന് ഉഷാറാക്കി എടുക്കണം. അല്ലാണ്ട് മോള് വിചാരിക്കുന്ന പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി നമ്മുടെ ഭൂമിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അയ്യോ ഞാൻ ഫോൺ എടുത്തില്ല, അതെടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് റൂമിലോട്ട് ചെല്ലുന്ന നമ്മുടെ ഭൂമി ആ ഫോണൊന്ന് നോക്കി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഓൺ ആവണില്ല. അപ്പോൾ എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് എന്നുള്ളത് ഭൂമിക്ക് മനസ്സിലായി കേട്ടോ. അപ്പം അങ്ങനെ ഒരു സീന് കാണിച്ചാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അഞ്ജന സൗഭാഗ്യപുരത്ത് കിച്ചണിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയാണ്. അപ്പം നമ്മുടെ സംഗീത അവിടെ ഇരുന്ന് എന്തോ അവിയലിനുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുഖമൊക്കെ വാടി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ സംഗീത ചോദിക്കുന്നുണ്ട്, എന്താ മോളെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ലാണ്ട് ഇങ്ങോട്ടൊന്നും വരില്ല, എന്താ കാര്യം പറ മോളെ. അതെ, നിങ്ങളെല്ലാവരും മുത്തശ്ശിയൊക്കെ ചേർന്നിട്ടല്ലേ സംഗീത എൻ്റെയും അജയുടെയും കല്യാണം തീരുമാനിച്ച്? അതെ, അതിനെന്താ പറ്റിയ മോളെ? അതെ, അജയ്ക്ക് എന്നോട് ഒരു സ്നേഹമില്ല, ഒന്ന് പുറത്തോട്ട് വിളിച്ചാൽ വരില്ല, ഒന്ന് സംസാരിക്കാനാണെങ്കിലും കൂട്ടാക്കില്ല, എപ്പോഴും ദേഷ്യവും തിരക്കും, എനിക്ക് സങ്കടമാവുക എന്ന് പറഞ്ഞിട്ട് സങ്കടം പറയണം. അപ്പോൾ സംഗീത പറഞ്ഞു, എൻ്റെ മോള് വിഷമിക്കേണ്ട. അതെ, ഈ ആണുങ്ങളെ കയ്യിലെടുക്കാൻ ചില ട്രിക്കും കാര്യങ്ങളൊക്കെ വേണം. ഇവിടെ മാധവേട്ടനെ മോക്കറിയാവോ? ഞാൻ മാധവേട്ടനെ എത്ര വേലക്കാരി ഇവിടെ വന്നെന്ന് പറഞ്ഞാലും അവിയൽ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം, അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ അജിക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ഫുഡ് മോളൊന്ന് ഉണ്ടാക്കി നോക്ക്, ചിലപ്പോൾ ഉള്ളിലോട്ട് കയറാനുള്ള ഒരു പടിവാതിൽ പെട്ടെന്ന് തുറന്നു കിട്ടിയാലോ. അപ്പോഴാണ് അഞ്ജന പറയുന്നത്, അതെ എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ഞാനതുണ്ടാക്കാം, അതെന്തായാലും അജയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയണേ. ആണോ, എന്നാ ആയിക്കോട്ടെ. അതെ, ഈ അവിയലിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് വേഗം തീർത്തിട്ട് ആൻറ്റി ഒന്ന് മറിക്കുമെന്ന് പറയും കേട്ടോ. എന്നാൽ ഇപ്പം തന്നെ കഴിയും മോളെന്ന് പറഞ്ഞിട്ട് സംഗീത പോയിട്ട് ആ പണിയൊക്കെ തീർത്തിട്ട് കിച്ചൺ അങ്ങ് നമ്മുടെ അഞ്ജനയ്ക്കായിട്ട് കൊടുക്കുകയാണ്. കാരണം അജയ്ക്കായിട്ടുള്ള സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുകയല്ലേ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷത്തിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കുക. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണ്. അതോടൊപ്പം തന്നെ കൃത്യം 12 മണിക്ക് ഇന്ന് നമ്മുടെ പവിത്രം സീസൺ 2 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൊമോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അതോടൊപ്പം ഉച്ചയ്ക്ക് 2:30 കാറ്റത്തെ കിളിക്കൂടും. അപ്പോൾ എല്ലാവരും നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി ഒരു ഗുഡ് മോർണിംഗും നല്ലൊരു ശുഭദിനവും പറഞ്ഞു നിർത്തുന്നു. താങ്ക്